പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. അമേരിക്ക ഇസ്രായേൽ ശക്തിക്ക് മുന്നിൽ ഒരിഞ്ച് പോലും പിന്മാറാതെ കടുത്ത പ്രത്യാക്രമണം തുടരുകയാണ് ഇറാൻ. സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ടാങ്കുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള യുദ്ധത്തിന് പകരം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ സൈന്യമാണ് ഇറാന് മേൽക്കൈ നൽകുന്നത്. ഒരു രാജ്യത്തോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ സായുധ സംഘങ്ങൾ ഒരേ സമയം ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. ഇറാന്റെ ഈ നിഴൽ സൈനിക ശൃംഖലയെ ലോകം വിളിക്കുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. ഇറാന്റെ ഈ അത്യാധുനിക യുദ്ധതന്ത്രം എങ്ങനെയാണ് പശ്ചിമേഷ്യയെ സ്വാധീനിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയോ ഇസ്രായേലോ പോലെയുള്ള വൻ ശക്തികളുമായി നേരിട്ടുള്ള യുദ്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സൈനിക തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാൻ പ്രോക്സി വാർഫെയർ അഥവാ നിഴൽ യുദ്ധം എന്ന തന്ത്രത്തിൽ ഏർപ്പെടുന്നത്. അതായത് സ്വന്തം സൈന്യത്തെ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് വിടുന്നതിന് പകരം അയൽ രാജ്യങ്ങളിലെ സായുധ സംഘങ്ങൾക്ക് പരിശീലനവും ആയുധവും നൽകി അവരെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രീതി. വർഷങ്ങളായി ഇറാൻ വളർത്തിയെടുത്തതാണ് ഈ സായുധ സംഘത്തെ. ഇന്ന് ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങളിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ സമ്മർദ്ദം ചെലുത്താൻ ഇറാൻ ഉപയോഗിക്കുന്നതും ഈ സായുധ സംഘങ്ങളെ തന്നെയാണ്. പ്രധാനമായും 4 വലിയ ശക്തികളാണ് ഇറാന്റെ ഈ നിഴൽ സൈന്യത്തിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലബനനിലെ ഹിസ്ബുള്ളയാണ്. ഗാസയിലെ ഹമാസ്, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ, യമനിലെ ഹൂതികൾ എന്നിവയാണ് ഇറാന്റെ ഈ അദൃശ്യ ശക്തിയിലുള്ളത്. ഇറാന്റെ ഏറ്റവും വിശ്വസ്തരായ പ്രോക്സി സേനയാണ് ലബനനിലെ ഹിസ്ബുള്ള. ഇവർക്ക് അതിശക്തമായ മിസൈൽ ശേഖരവും അത്യാധുനികമായ യുദ്ധ പരിചയവുമുണ്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായ ഭീഷണിയാണ് ഇവർ ഉയർത്തുന്നത്. ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് 1982 ഹിസ്ബുള്ള സ്ഥാപിതമായത്. തെക്കൻ ലബനനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ശേഖരത്തിന്റെ ഭാഗമായാണ് ഷിയ മുസ്ലിം ഹിസ്ബുള്ള എന്നറിയപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. രണ്ടാമത്തേതാണ് ഗാസയിലെ ഹമാസ്. ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഹമാസിന് ഇറാനിൽ നിന്ന് വലിയ തോതിൽ സാങ്കേതിക സഹായവും പരിശീലനവും ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന. ഹറകത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്നതാണ് ഹമാസിന്റെ പൂർണ്ണരൂപം. ഏറ്റവും വലിയ പലസ്തീനിയൻ തീവ്രവാദ ഇസ്ലാമിസ്റ്റ് സംഘടനയെന്നാണ് ഹമാസ് അറിയപ്പെടുന്നത് തന്നെ. ഹമാസിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ അവരുടെ സൈനിക വിഭാഗത്തെയോ ഇസ്രായേൽ, US, യൂറോപ്യൻ യൂണിയൻ, UK തുടങ്ങിയ രാജ്യങ്ങൾ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1987 ഒന്നാം ഫലസ്തീനിയൻ ഇൻതിഫാദയുടെ തുടക്കത്തിന് പിന്നാലെയാണ് ഹമാസ് സ്ഥാപിതമായത്. വെസ്റ്റ് ബാങ്കിലെയും ഗാസ മുനമ്പിലെയും ഇസ്രായേൽ ഇടപെടലിനെതിരെയുള്ള ഫലസ്തീൻ പ്രക്ഷോഭമായിരുന്നു ഇൻതിഫാദ. 1967 ഇസ്രായേൽ അറബ് യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ഇരു പ്രദേശങ്ങളും ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തു. ഹമാസിന്റെ യഥാർത്ഥ വേരുകൾ ചെന്നു നിൽക്കുന്നത് 1928 ഈജിപ്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡിലാണ്. ഫലസ്തീന്റെ മോചനം ലക്ഷ്യമിട്ട് 1964 സ്ഥാപിതമായ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് ബദലായാണ് ഹമാസിന്റെ രൂപീകരണം. ഇസ്രായേലിൽ നിന്ന് ഫലസ്തീൻ വീണ്ടെടുത്ത് സ്വതന്ത്ര രാജ്യമാക്കുക എന്നതാണ് ഹമാസിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടെ ഇസ്രായേലിന്റെ സർവനാശവും അവർ ലക്ഷ്യമിടുന്നു. മറ്റൊരു വിഭാഗം ഇറാഖിലെ ഷിയ മിലീഷ്യകളാണ്. ഇവരാണ് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. നാലാമത്തേതാണ് ഇന്ന് ലോകത്തിന് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുന്ന യമനിലെ ഹൂതികൾ. ഇറാന്റെ പിന്തുണയോടെ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ പോലും ഇവർ ശ്രമിക്കുന്നു. മതപരമായ വൈവിധ്യമുണ്ടെങ്കിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങളുള്ള രാജ്യമാണ് യമൻ. സുന്നി, ഷിയ വിഭാഗങ്ങളാണ് ഇവയിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത്. യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂതി പ്രസ്ഥാനം ആദ്യമായി രൂപം കൊള്ളുന്നത്. പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂതിയുടെ പേരാണ് സംഘടനയ്ക്കും നൽകിയിരിക്കുന്നത്. സെയ്ദിയ ഷിയ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന വിവേചനങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും പ്രതികരണമെന്ന നിലയ്ക്കായിരുന്നു 1990കളുടെ തുടക്കത്തിൽ പ്രസ്ഥാനം ഉയർന്നു വന്നത്. യമനിലെ വിദേശ ഇടപെടലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശക്തിയായിട്ടായിരുന്നു ഹൂതി പ്രസ്ഥാനം സ്വയം രൂപപ്പെട്ടത്. 2000ന്റെ തുടക്കത്തോടെ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂതികളെ ലക്ഷ്യം വെച്ചുള്ള അടിച്ചമർത്തൽ ആരംഭിച്ചു. 2014 യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുക്കുകയും പിന്നീട് രാജ്യത്തുടനീളം വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തതോടെ രാജ്യത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായി. ഇതോടെ യമൻ ഗവൺമെന്റ്, ഹൂതി വിമതർ, പ്രാദേശിക ശക്തികൾ എന്നിങ്ങനെ ചേരിതിരിഞ്ഞുള്ള സങ്കീർണമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇറാനാണ് കാലങ്ങളായി ഹൂതികൾക്കും പിന്തുണ നൽകുന്നത്. ശത്രുരാജ്യത്തോട് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഈ സഖ്യസേനകളെ ഉപയോഗിച്ച് തന്ത്രപരമായ നീക്കമാണ് ഇറാൻ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുന്നത്.
ഇസ്രായേലിനെതിരെ യുദ്ധം നടക്കുമ്പോൾ ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇറാഖിൽ നിന്ന് മിലീഷ്യകളും യമനിൽ നിന്ന് ഹൂതികളും ഒരേ സമയം ആക്രമണം നടത്തും. ഇത് എതിരാളികളെ പ്രതിരോധത്തിലാക്കുകയും യുദ്ധം വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത്തരം മൾട്ടി ഫ്രണ്ട് വാർ നിയന്ത്രിക്കുക എന്നത് ഏതു സൈന്യത്തിനും വെല്ലുവിളി ഉയർത്തുന്നതാണ്. ആധുനിക യുദ്ധത്തിൽ വെറും ആയുധങ്ങൾക്കപ്പുറം സൈബർ യുദ്ധത്തിലും വളരെയധികം മുന്നിലാണ് ഇറാൻ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തകർക്കുക, സർക്കാർ ഡാറ്റകൾ ചോർത്തുക, സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയാണ് ഇറാൻ സ്വീകരിക്കുന്ന രീതി. പലപ്പോഴും മിസൈൽ ആക്രമണങ്ങളെക്കാൾ പ്രഹരശേഷിയുള്ളതാണ് ഇത്തരം സൈബർ നീക്കങ്ങൾ. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ഇവർക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഇറാനു നേരെ ആക്രമണം നടത്തുന്ന ശത്രുരാജ്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഈ നിഴൽ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം. അതായത് ഒരു രാജ്യത്തിനു നേരെ ഇത്തരത്തിൽ പ്രോക്സികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ അതിന് മറുപടി നൽകേണ്ടത് ആർക്കെതിരെയാണ് എന്ന ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടും. ആക്രമണം നടത്തുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണെങ്കിലും ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിനാൽ ഒരു തിരിച്ചടി നയതന്ത്രപരമായി പ്രയാസകരമാകും. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം പ്രോക്സി സേനകളും സൈബർ ആക്രമണങ്ങളും ചേർന്നുള്ള സങ്കീർണമായ ഒരു യുദ്ധമായി മാറുകയാണ്. ഇറാന്റെ ഈ അദൃശ്യ യുദ്ധതന്ത്രം ഭാവിയിലെ യുദ്ധങ്ങളുടെ മാതൃകയായി മാറുമോ എന്നതും ലോകത്തിന്റെ ആശങ്കയാണ്.